ഇതേ ഞാൻ ബുഗാടി കുത്തിയതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നല്ല വേദനയായിരുന്നു. ഇപ്പം അത് നല്ലപോലെ മാറി. കാരണം ആ കുത്തിയപ്പോഴത്തേക്കും ആ ചെക്കൻ അവിടുത്തെ ആ പയ്യൻ പറഞ്ഞു സലൈൻ സൊല്യൂഷൻ ഇട്ട് അടിക്കടി ക്ലീൻ ചെയ്യണം. കാരണം അത് ഉപ്പ് വെള്ളമല്ലേ, നമ്മളിനി വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഒഴിച്ച് ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ഇത്രയും ഇതാവത്തില്ലായിരിക്കും പെട്ടെന്ന്. ഞാനിത് കണ്ടു, ഇതിൻ്റെ ഫുള്ള് ടൈറ്റ് ആക്കാതെ വെച്ചിരിക്കുക. ഇത് ഇച്ചിരി ഇങ്ങനെ താത്തുമ്പോൾ ഇതിന് അകത്തുനിന്ന് ഇങ്ങനെ ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ഇതും കിട്ടും. ഇങ്ങനെ ബഡ്സ് വെച്ചിട്ട് കൈയൊക്കെ നല്ല ക്ലീനാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇത് ഞാൻ വൃത്തിയാക്കി എടുക്കും. അപ്പം എനിക്ക് ഈ സലൈൻ സൊല്യൂഷൻ ഇട്ട് കൂടെ ക്ലീൻ ചെയ്ത് പെയിൻ ഉണ്ടായിരുന്നു നല്ലപോലെ. ഇത് ചെയ്യുമ്പം പെയിൻ കുറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തു, ഇതില്ല ഇങ്ങനെ ഇച്ചിരി ഇതാക്കും. എന്തിനാണ് അതിനിടയിൽ കൂടി ഇങ്ങനെ കയറാൻ വേണ്ടി ചതച്ച പോലെ പരത്തി വെക്കും. അപ്പോൾ ഇച്ചിരി കൂടെ സുഖം കിട്ടും. ഞാൻ ഇതിങ്ങനെ ഒഴിക്കും. നല്ല സുഖമാണ്. നമ്മളിങ്ങനെ ക്ലീനാക്കി കൊടുത്തിട്ടില്ലേ, നമ്മളിങ്ങനെ ക്ലീനാക്കണം. ഞാൻ ഈ കമ്പനി ഇങ്ങനെ കറക്കി കൊടുക്കും. കാരണം ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ കറങ്ങാതെ സ്റ്റക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് കണ്ട അഴുക്കൊക്കെ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ട അഴുക്ക് ഒക്കെ പൊക്കോളും. നന്നായിട്ട് ക്ലീനാക്കി എപ്പോഴും ഞാൻ എന്നിട്ട് അത് മേലേയും താഴെ ഇങ്ങനെ തള്ളി വെച്ച് നോക്കും. ഇത് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകല്ലേ. ഇങ്ങനെ മേലോട്ട് തള്ളുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് പഴുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങി അങ്ങ് പോകും. ഇത് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കണ്ട മേളിൽ കൂടെ ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ആ തണ്ടേ പറ്റി ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ ആദ്യം ഒന്ന് കുത്തിയിട്ട് ഊരിക്കളഞ്ഞു, പിന്നെ രണ്ടാമത് പോയി കുത്തിയത്. അതാണ് ഇതിലൊക്കെ രസം. നല്ല എക്സ്പെൻസീവാണ്. രണ്ടാമത് കുത്തിയത് മറ്റേ ആ സിറിഞ്ച് വെച്ചിട്ട് ടാറ്റു അടിക്കുന്നവരില്ലേ, അവരാ കുത്തി തന്നത്. നല്ല ഭംഗിയായിട്ടാണ് കുത്തി തന്നെ. പക്ഷേ ഈ കമ്മലിനെ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് കുത്തി കഴിയുമ്പോൾ നീര് വെക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ടൈറ്റായി പോകും. അപ്പോൾ നല്ല പെയിനായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ എടുത്തു, ആ കമ്മലങ്ങ് ഊരിക്കളഞ്ഞു. ഇപ്പം ഞാൻ അവരെ കൊണ്ട് കുത്തിച്ചിട്ട് ഒരെണ്ണം ഇതിട്ടു. ഈ സൈഡിൽ കണ്ടോ, ഇത് അവരുടെ തന്നെ സ്റ്റീലിൻ്റെ ഒരു കമ്മലിട്ട് തന്നു. പക്ഷേ ഇത് ഓക്കെ ആയി. ഇത് പെട്ടെന്ന് കരിഞ്ഞു. ഇതിലും മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡെയിലി മരുന്നിട്ട് കൊടുക്കുന്നുണ്ട്, സലൈൻ സൊല്യൂഷൻ ഇട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒക്കെ സെറ്റാണ്. പക്ഷേ ഇതിപ്പോഴും ഒരിച്ചിരി ആ കമ്മൽ തന്നെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ തരുന്ന ആ കമ്മൽ സെറ്റപ്പ് കമ്മലാണ്. അതുപോലെ നല്ല നീളമുണ്ട്, കാറ്റ് കയറാനും ഉണങ്ങാനും ഉള്ള സ്പേസ് ഉണ്ട് ഇതിന്. അത് കാരണം ഇത് പെട്ടെന്ന് അങ്ങ് പുറത്തു. ഇത് കണ്ടോ, ഇതെനിക്ക് വലിയ കുഴപ്പമില്ല, തൊടുന്നതിനും പ്രശ്നമില്ല, കമ്മലും പ്രശ്നമില്ല. അതിൻ്റെ ജോഡി കമ്മൽ ഇത് ഇവിടെ ഇരിക്കുക, ഇട്ടിട്ടില്ല. അത് കണ്ടോ എങ്ങനെയുണ്ട്, നല്ലതല്ലേ? ഗോൾഡിൻ്റെ മേടിക്കാൻ പോയി. ഞാൻ കണ്ടു ഒരു ജോഡിക്ക് 21,000 രൂപ. ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ വെള്ളി അങ്ങ് മേടിച്ച് ഇട്ടു.